നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ ആവേശോജ്വലമായ സ്വീകരണം. മണ്ഡലാതിർത്തിയായ അത്താണിയിൽ നിന്ന് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച ജാഥയുടെ ഓട്ടുപാറയിൽ നടന്ന പൊതുസമ്മേളനം ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണന തുറന്നുകാട്ടുന്നതിനൊപ്പം UDFും BJPയും നടത്തുന്ന കള്ളപ്രചാരണങ്ങൾക്കെതിരെ ജനങ്ങൾ അണിനിരക്കണമെന്നും ബിനോയ് വിശ്വം. മുള്ളൂർക്കര ഗവൺമെൻറ് GUP സ്കൂളിന് സമീപം നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിനുള്ളിൽ ഡ്രൈവർ തൃശൂർ വരടിയം സ്വദേശി സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട്ട് നിന്ന് സെപ്റ്റിക് ടാങ്കുമായി തൃശൂരിലേക്ക് പോകുന്നതിനിടെ സുരേഷിനെ വാഹനത്തിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥികൾ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വടക്കാഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തൃശൂർ പൂങ്കുന്നം ശങ്കരൻകുളങ്ങര അമ്പലത്തിന് സമീപം പാടത്ത് വൻ തീപിടുത്തം. 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചു. വൈകിട്ട് 6:15 പുല്ലിന് തീപിടിച്ച് ആളിപ്പടർന്നത് പാടത്തിന് സമീപം വീടുകളുള്ളതിനാൽ തീ വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തൃശൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. മുള്ളൂർക്കര തിരുവാണിക്കാവ് വേല മഹോത്സവം മാറ്റിവെച്ചു. ക്ഷേത്ര പുനരുദ്ധാരണം പ്രമാണിച്ച് ആഘോഷങ്ങൾ ചടങ്ങുകളിൽ ഒതുക്കും. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ മാസം 28-ന് നടക്കേണ്ടിയിരുന്ന വേല ഉത്സവം ആഘോഷങ്ങളില്ലാതെ മാറ്റിവെക്കാൻ ഭാരവാഹികളും ദേശകമ്മിറ്റികളും തീരുമാനിച്ചത്. ക്ഷേത്രം പൊളിച്ച് പുതിയ രൂപത്തിൽ നിർമ്മിക്കുന്ന ജോലികൾ തുടങ്ങിയതിനാൽ കൊടിയേറ്റവും പ്രതിഷ്ഠാദിനവും ലളിതമായ ചടങ്ങുകൾ മാത്രമായി പരിമിതപ്പെടുത്തും.